ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്നുണ്ടാലോ, കാശ്മീരിൽ പോയതിൻ്റെ ഡേ 3 ആണ്. അങ്ങനെ കാശ്മീരിലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് സ്പോട്ടുകളുണ്ട്. അതിൽ മെയിൻ സ്പോട്ടായിട്ടുള്ളൊരു സ്പോട്ടാണ് ഗുൽമർഗ്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. രാവിലെ തന്നെ ടാക്സിയൊക്കെ ഇന്നലെ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ടാക്സി വന്നു. നമ്മളങ്ങനെ എല്ലാവരും കൂടി ഗുൽമർഗിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ ഈ സൈഡിൽ കാണുന്നതൊക്കെ ആപ്പിൾ കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ റോഡും അവിടുത്തെ ആ ഒരു ഗതാഗതവും ആ ഒരു രീതി എല്ലാം ഭയങ്കര കിടിലമായിട്ടായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. ഭയങ്കര നല്ല തണുപ്പായിരുന്നു, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാശ്മീർ എന്ന് പറയുന്നത് തണുപ്പാണല്ലോ, അവിടുത്തെ കാലാവസ്ഥ എപ്പോഴും തണുപ്പാണ്. ചൂടെന്ന് പറയുന്ന സാധനമില്ല. എങ്കിലും ഉച്ച സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് നേരം മാത്രമേ ചൂടുള്ളൂ. അങ്ങനെ നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു കയറി. അതിന് ശേഷം നമ്മൾ പോവുകയാണ്. അപ്പം ചുരം പോലെയും അതുപോലെ തന്നെ എന്ത് ഭംഗിയുള്ള രണ്ട് സൈഡുകളിലും പൈൻ മരങ്ങളും നദികളും മറ്റു വലിയ വലിയ കൊച്ചു ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു നദിയാണ്. ആ നദിയിൽ നിന്ന് വരുന്നത് തന്നെ നല്ല വെള്ള പതഞ്ഞ നല്ല തനി വെള്ളമായിരുന്നു. കാരണം ഈ മഞ്ഞ് ഉരുകി വരുന്നതായിരുന്നു അതിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന റോഡിൽ കൂടി തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ആ ഒരു വ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴികളിൽ തന്നെ നമുക്ക് കുതിരകളും കഴുതകളൊക്കെ കാണാം. ഒരുപാട് പേരും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുതിരകളെ അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് തന്നെ നമുക്കതുപോലെ സവാരി ചെയ്ത് ഗുൽമർഗ് മുഴുവൻ കാണാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലും കൂടിയാണ് പോയത്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പൊന്മുടി സൂ അതുപോലെ പോകുന്ന കണക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ അത്ര അധികം തന്നെ നമുക്ക് നടക്കാൻ പറ്റും. ആ ഒരു ഏരിയയാണ്, ഇതാണ് ഗുൽമർഗ്. അപ്പം ഇവിടെ നല്ല ഗ്രീൻ വാലി ഉണ്ട്, അതുപോലെ തന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ കൂടെ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരും നമ്മളും കൂടിയാണ് പോയത്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ട്സ് അവർ പ്രത്യേകമായിട്ട് പോയി. അങ്ങനെ നമ്മളല്ലാതെയാണ് പോയത്. അപ്പം ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുള്ള നല്ല ഗ്രീൻ വാലിയാണ്, നല്ല വ്യൂ ആണ്. അപ്പോൾ ഒരു തവണ പോലും പോകാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാനുള്ള ഒരിത് നിങ്ങളൊന്ന് കാണിക്കണം കേട്ടോ. ഒന്ന് പോയി കാണണം ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ ആ ഐ ലവ് ഗുൽമർഗ് എന്നുള്ള ഒരു സ്പോട്ടിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങണം. അതുപോലെ തന്നെ മഞ്ഞിൻ്റെ അങ്ങോട്ട് പോകാനൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ അതിനായിട്ട് വേണ്ടത് കുതിരയാണ് വേണ്ടത്. അപ്പോൾ കുതിരയും ഒരാളും കൂടി കാണും. ഒരു കുതിരയിൽ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അത്രത്തോളം ബാർഗിൻ ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെയാണ് നമുക്ക് പൈസ അത്രത്തോളം കുറച്ച് തരുന്നത്. ഒരാൾക്ക് തന്നെ കുതിരയിൽ അതുവരെ പോകാനായിട്ട് 2000 നമുക്ക് 1500 പിന്നെ ലാസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെയുള്ള കുതിരകൾക്ക് ഓരോ സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ കുളമ്പ് ഇങ്ങനെ മാറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അങ്ങനെ അതിനെ ഒരു കൗതുകമായിട്ട് തന്നെ ഇരുന്ന് ഞാനും ഇക്കായും ആ ഒരു ഫാമിലിയും കൂടി കണ്ടുകൊണ്ടിരുന്നു. ആ ഒരു വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യമൊക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ വേദന എടുക്കത്തില്ലേ, അതിന് നന്നായിട്ട് പെയിൻ കാണൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു കൗതുകത്തോടെയും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെയുള്ളവരതൊക്കെ ചെയ്യുന്നതും കുതിരകളെ നോക്കുന്നതും ഒക്കെ കേട്ടോ. ഇതൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അത് അവിടെ പോകണം എങ്കിലേ നമുക്കതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഉള്ള കുതിരകളെ പോലെ അങ്ങനെ ഒന്നുമല്ല. അത്രത്തോളം ട്രെയിനിങ് കൊടുത്ത് അത്രത്തോളം ഓഫ് റോഡിൽ കൂടെ കൊണ്ടുപോയിട്ടാണ് അവർ ഈ ഒരു കുതിര ഇങ്ങനെ ഒരു സെറ്റാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് അവസാനം നമുക്ക് ഫാമിലിക്കും നമുക്കും കൂടെ, എനിക്കും ഇക്കാക്കും കൂടി കുതിരയൊക്കെ സെറ്റായി. അങ്ങനെ നമ്മൾ ഈ ഓഫ് റോഡിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരുപാട് പേര് മുകളിലുണ്ട്, കൊണ്ടുപോകുന്നു വരുന്നു ഒക്കെയാണ്. ഞാൻ കുതിരയിൽ ആദ്യമായിട്ടാണ് കയറിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ ഇരിക്കുന്നത് കാണുമ്പോഴേ അറിയാലോ ഞാൻ ഫ്രണ്ടിലോട്ട് ആഞ്ഞായിരുന്നു ഇരുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇക്ക കൂളായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ പോയി. അപ്പോൾ ഓഫ് റോഡും കൂടെ ആകുമ്പോഴത്തേക്ക് പേടിയാണ്. ഈ കല്ലുകളിൽ കൂടെയൊക്കെ ഈ കുതിരകൾ കയറി പോകുമ്പോൾ നമ്മൾ വീഴോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് തന്നെ പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. അതാണ് ഇക്ക ഇങ്ങനെ നോക്കിയിട്ട്. അപ്പം ഇക്കയുടെ കുതിരയും ഇതുപോലെ ഭയങ്കര കൂളായിട്ട് തന്നെ വന്നായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് പോകുന്നവരായാലും നമ്മളെ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. പിന്നെ കാണേണ്ട കാഴ്ച ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള സൈഡ് വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മളിവിടുത്തെ പോലെയല്ല, അവിടുത്തെ പറയാൻ സത്യത്തെ അറിഞ്ഞുകൂടാ, അങ്ങനത്തെ ഒരു ഏരിയ കൂടിയാണ് നമുക്ക്. അപ്പോൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോയും ഫോട്ടോയും ഇവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്.
ഇവിടെ തന്നെ പച്ച പുല്ലിൽ തന്നെ വെള്ളയും മഞ്ഞയും വയലറ്റും ചെറിയ ചെറിയ പൂവായിട്ടുള്ള, അതായത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര വലിയ വലിയ കല്ലാണ്. ഇതിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പം വീഴൂല എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ നമ്മൾ പോയത്. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ മെയിൻ സ്പോട്ടായിട്ടുള്ള ഗുൽമർഗിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. ആ ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ പലതരത്തിലുള്ള കുതിരകളും, പിന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഇത്രയും ഓഫ് റോഡിൽ കൂടി തന്നെ ഇത്രയും അവർ എക്സ്പീരിയൻസ് ആക്കി കുതിരകളെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അവരെ സമ്മതിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ മെയിൻ സ്പോട്ടായിട്ടുള്ള ഗുൽമർഗിൻ്റെ മുകളിലത്തുള്ള നമ്മുടെ മഞ്ഞിൻ്റെ പോയിന്റിലെത്തിയിട്ടുണ്ട്, നമ്മുടെ സ്നോ പോയിന്റിലെത്തിയിട്ടുണ്ട്. അടിപൊളി കണ്ട, ഇത്രയും കുതിരകൾ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുവാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കും. അങ്ങനെ പിന്നെ നമ്മൾ ഈ പോകുന്ന വെള്ളങ്ങൾ മൊത്തം മഞ്ഞ് ഉരുകി വരുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ പോയി വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളൊരു കുറച്ച് മാഗിയും അതുപോലെ തന്നെ ഒരു കോഫിയും കുടിച്ചു. പിന്നെ ശേഷം മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കുമായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ നോക്കി നിന്നു. പിന്നെ അതായിക്ക ഇതുപോലൊരു ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെന്തോ ഒരു പേര് പറയും, ഞാൻ ഇപ്പം വിട്ടുപോയ കേട്ടോ. അങ്ങനെ ഈ കതിൽ നോക്കി അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ ശേഷം കുറേ മഞ്ഞൊക്കെ വാരി കളിച്ചു, മഞ്ഞെടുത്തു. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. നമുക്ക് ഒരു തവണയെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും പോകണം കേട്ടോ. ഞാൻ മസ്റ്റായിട്ട് അത് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ അത്രത്തോളം എക്സ്പീരിയൻസ് ആയി. എനിക്ക് അവിടെ ചെന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ്. ഇത്രത്തോളം പെട്ടെന്ന് എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ഇത് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി പോകാൻ തോന്നുന്ന വിധത്തിലുള്ള ഒരിത് തന്നെയാണ് അവിടുത്തത്, കാശ്മീർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ അവിടെ ഉള്ള എല്ലാ കാഴ്ചകളും കണ്ടു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, ആസ്വദിച്ചു. എത്ര നേരം വേണമെങ്കിലും നിൽക്കാം ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് അതുപോലെ തന്നെ താഴോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുതിരക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കൊണ്ടുപോകാത്തൊരു സ്ഥലത്ത് കൂടെയായിരുന്നു, താഴെ കൂടെയായിരുന്നു കൊണ്ടുപോയത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോൺ ഓഫായി. അങ്ങനെ അവിടുത്തെ സ്ഥലത്തിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സും അതുപോലെ നമ്മുടെ ബേഡ്സൊക്കെ ഇല്ലേ, നന്നായിട്ട് അതിൻ്റെ ചിലയ്ക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ത് ഭംഗിയാ. നദിയുടെ ശബ്ദങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് നേച്ചറിൻ്റെ ആ ഒരു എനിക്കത് പറഞ്ഞു തരാൻ തന്നെ അറിഞ്ഞൂട. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയിൽ കൂടിയാണ് പോയത്. അതുപോലെ തന്നെ ഈ ബേക്കിൽ കൂടെ വരുന്നതായ നമ്മുടെ കുതിരക്കാരൻ. അങ്ങനെ ആയിരുന്നു നമ്മൾ പോയത്. അപ്പോൾ ഡേ 3 ഇതുവരെയാണ് നമ്മൾ പോയിട്ടുള്ളത്. ഒരു ദിവസം ഫുള്ളായിട്ട് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തതും അതുപോലെ തന്നെ ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും പോയിട്ടില്ലാത്തവർ ഒന്നുകൂടി എന്നല്ല, മസ്റ്റായിട്ടൊന്ന് പോയി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ